ഇടയിലാണത്. ഒന്ന് സമാധാനമായിട്ട് നിന്നിരുന്നെങ്കിൽ ഞാൻ പാട്ട് പാടി പോവല്ലേ, നിങ്ങളെ കാണാൻ വേണ്ടി വന്നല്ലേ, ഞാൻ എവിടെ പോവാനാ? ഇപ്പൊ ഒന്ന് സമയം സിവിക് സെൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മൾ ഇന്ത്യക്കാർക്ക് പ്രോപ്പറായിട്ട് ഇല്ലാത്തൊരു സാധനമാണെന്ന്. നമുക്കത് ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചേക്കണം. നമ്മളത് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാനെങ്കിലും നോക്കണം ഈ കൂട്ടത്തിനിടയില്. പ്ലീസ് ദയവ് ചെയ്ത് ഈ ഫ്ലോർ മൊത്തം എനിക്കൊന്ന് ക്ലിയർ ചെയ്ത് തരൂ, ഈ സ്റ്റേജ് എനിക്കൊന്ന് ക്ലിയർ ചെയ്ത് തരൂ പ്ലീസ്. ദയവ് ചെയ്ത് ആരെങ്കിലും ഈ ഫ്ലോർ എനിക്ക് ക്ലിയർ ചെയ്ത് തരൂ. ലൈറ്റ് ഇട് ചേട്ടാ. ഞാൻ മിണ്ടിക്കോളാം. നമ്മുടെ പിള്ളേരല്ലേ. എനിക്ക് ഈ ഫ്ലോർ ഒന്ന് ക്ലിയർ ചെയ്ത് തരണം ആരെങ്കിലും. ഞാൻ എല്ലാ പാട്ടും പാടിയതിന് ശേഷം പോകണോ? അതിന് ഈ ഫ്ലോർ എനിക്ക് ആദ്യം ക്ലിയർ ചെയ്ത് തരണം പ്ലീസ്. ഫ്ലോറിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥരും കമ്മിറ്റി മെമ്പേഴ്സും മാത്രം നിൽക്കാൻ പാടുള്ള, ബൗൺസേഴ്സും. ബാക്കിയുള്ള എല്ലാവരും ദയവ് ചെയ്തൊന്ന് മാറി തരണം, ദയവ് ചെയ്ത് പ്ലീസ്. കമ്മിറ്റിക്കാരാണ് ഇത്ര അധികല്ലേ? ഒരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെന്റ് ഉണ്ട്. ധനലക്ഷ്മി എന്ന കുട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ആ കുട്ടിയുടെ കൂടെ വന്ന രേഷ്മ ആൻഡ് അതുൽ ഒലവക്കോട് എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ അടുത്തേക്ക് വരേണ്ടതാണ്. ശ്രദ്ധിക്കുക.